ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളുടെ വളരെ സാർ നിങ്ങൾ ഒരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് ഒരു ഫോൺ കോളൊക്കെ സാർ ഇനി നമുക്കൊരു കാര്യം ചെയ്യാം, ആ കർമ്മങ്ങൾ അങ്ങോട്ട് നടത്താം. സാർ നിങ്ങളൊരു പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു, ഒരു പോലീസ് ഓഫീസറിന്റെ വോയിസ് ഒക്കെ പുറത്തു വിട്ടു. അങ്ങനെ പുറത്തു വിടാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. പക്ഷെ ഇന്ന് എനിക്ക് ബെയില് പോലും എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല ഈ കേസിൽ. അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ വീഡിയോയില് എല്ലാവരും പലതും കണ്ടു കാണും, ഒന്നും ഇല്ലാത്തതുകൊണ്ടാണ്. എടാ മുതുകാളെ നിനക്ക് ഇതിന് എന്ത് സുഖം കിട്ടുന്നത്? ഞാൻ ചോദിക്കുന്നത് ഒരു വിഷയം പോലും അറിയാതെ ഇങ്ങനെ അതൊരു പോലീസ് ഓഫീസർ ആയിരുന്നു എന്ന് പോലും എനിക്ക് സംശയം ഇപ്പോൾ. ബിക്കോസ് അങ്ങനെ പോലീസ് ഓഫീസർ ആണെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങൾ ഇവിടുന്ന് കണ്ടു എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു ബേസിക് റീസെർച്ച് എന്നൊരു സാധനം ഉണ്ടല്ലോ, ദാറ്റ് ഈസ് നിങ്ങൾ ഒരു വ്യക്തിനെ ഇങ്ങനെ പബ്ലിക്കലി കില്ല് ചെയ്യുന്ന രീതിയിൽ. നാണല്ലോ തനിക്ക് ഇങ്ങനെയൊക്കെ ചോദിക്കാൻ. ബേസിക്കലി മൊത്തത്തില് എല്ലാ കാര്യത്തിലും അല്പം നാണക്കുറവുള്ള പാർട്ടിയാണ് ഞാൻ. ബിക്കോസ് ഞാൻ ഈ പോലീസ് ഓഫീസറിന്റെ വോയിസ് കേട്ട് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു, എന്നാൽ എല്ലാവരും പഠിച്ചു. വേറൊരു വീഡിയോ ഉണ്ടെന്ന്. അപ്പൊ ഞാൻ അതാ പറഞ്ഞു വിവരിക്കാം, എനിക്ക് അറിയില്ല ഇങ്ങനത്തെ വോയിസ് ഒക്കെ പുറത്ത് വിടാൻ പറ്റും, ഇത് ഇല്ലീഗൽ അല്ലേ? അത് ഉത്തരം പറ. അത് നീ ഇപ്പൊ ചോദിച്ചതേ ഒരു ആദ്യം ഊള ആൻസറാ. ഞാൻ പോലീസ് ഓഫീസറെ വിളിച്ച് എനിക്ക് അന്വേഷണ പാവട്ടെയും വിളിച്ചിരുന്നു. അതിന്റെ തലേദിവസം ഉണ്ണിനെ ഞാൻ വിളിച്ചിരുന്നു. ഉണ്ണി ഫോൺ എടുത്തില്ല. ഇത് ഉണ്ണി ഫേസ്ബുക്കിൽ കുറിച്ചപ്പോൾ തന്നെ ഞാൻ വിളിച്ചു. ഇങ്ങനെ വോയിസ് ലീക്ക് ചെയ്യുന്ന നോക്കിയാണോ? നമ്മൾ അന്വേഷണം നമുക്ക് കൊടുക്കാം, കുഴപ്പമില്ല. ഇയാൾ ഉരുളക്കുപ്പേരി കോളേജിൽ നിന്ന് ഡിഗ്രി എടുത്ത് വന്നിരിക്കുകയാണ്, ഒരു തർക്കക്കാരൻ. ഞാൻ എന്തിനാ വന്നിരിക്കുന്നത് തനിക്ക് അറിയണോ? എന്നാ അതേ ഓഫീസർ ആയിരിക്കും ഇതും പറഞ്ഞിട്ടുണ്ടാവുക. സോ യു ബി വെരി കെയർഫുൾ നെക്സ്റ്റ് ടൈം. നിങ്ങൾ ഇങ്ങനെ ന്യൂസ് വിടുമ്പോൾ നിങ്ങളെ കുറിച്ചായിരിക്കും പുള്ളി പറയണ്ടാവും. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. പ്രേക്ഷകരെ, ഈ യൂട്യൂബിൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കൺ ടിങ് ടിങ് അടിക്കണം.